നല്ല വൈബാണോ ഈ ഒരു സ്ട്രീറ്റ്. അയ്യോ പാമ്പ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് കോലാലംപൂരിലാണ് കേട്ടോ. കോലാലംപൂരിലെ ഒരു അറബിക് സ്ട്രീറ്റിലാണ് ഞാനും ആകാശ് ബ്രോയും അതുപോലെ ഹജീഷും കൂടെ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് എവക്കസ് എന്ന പേരുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇവിടെ നമുക്ക് അടിപൊളി 2 ജംബോ ഷവർമ കാണാൻ പറ്റും. ഇത് ചിക്കൻ, അതുപോലെ തന്നെ ഇത് ബീഫാണ് കേട്ടോ. നല്ല തിരക്കുള്ളൊരു ഷോപ്പാണ് ഇത്. ആക്ച്വലി ഒരു അറബിക് സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇവിടെ ഒരുപാട് അറബിക് ക്യൂസിൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഓരോ കാഴ്ചകളായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ആദ്യം ഇവിടുത്തെ ഈ ഒരു ഡമാസ്കസിലെ ഷവർമ ട്രൈ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഫുഡ്സ്, ഇവിടുത്തെ ക്യൂസിൻസ് ട്രൈ ചെയ്യാനാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ കാണാം. നല്ല തിരക്കുള്ളൊരു സ്ട്രീറ്റാണ്. ഇവിടെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ട്. എല്ലാം നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ. ഷവർമ കിട്ടാൻ കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ട്. ആ സമയം നമുക്ക് സ്ട്രീറ്റിൽ കൂടെ പോയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അവിടെ നല്ല സ്ട്രീറ്റ് പ്രോഗ്രാംസ് ഒക്കെ കാണാൻ പറ്റും. ജലാൻ അലോർ എന്നാണ് ഈ ഒരു സ്ഥലത്തിന് ശരിക്കും പറയുക. ഇവിടെ ഒരു ഹോക്കർ സ്റ്റേഷൻ പോലെയാണ്. നൈറ്റ് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന, ആളുകൾ മൊത്തം നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് നമ്മൾ വാങ്ങിച്ച ബീഫ് ഷവർമ. ഒരു എക്സ്ട്രാ ജ്യൂസി മീറ്റാണ് ഇതിൻ്റെ അകത്ത്. സൂപ്പർ. ഫസ്റ്റ് ബൈറ്റിലെ ടേസ്റ്റും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ചിക്കൻ ഷവർമ കേട്ടോ. ഇത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെയാണ്. രണ്ടും സൂപ്പർബാണ്. നിങ്ങൾ മലേഷ്യയിൽ വരികയാണെങ്കിൽ, എസ്പെഷ്യലി കോലാലംപൂരിലേക്ക് വരികയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി ഫുഡ് സ്പോട്ട്, നിങ്ങൾ ഷവർമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു സ്പേസാണ് ഈ ഒരു ഡമാസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റ്. ബിസിയസ്റ്റ് സ്ട്രീറ്റ് തന്നെ ഈ ഒരു അറബിക് സ്ട്രീറ്റ്. എത്ര ആളെന്ന് അറിയോ? ഞാൻ കോലാലംപൂരിൽ വന്നിട്ട് ഏറ്റവും ഇങ്ങനത്തെ ഒരു ക്രോസിങ് ഞാൻ ഇവിടെ കാണുന്നു. ഇത്രയും തിരക്കുള്ള ക്രോസിങ്. ഇവിടെ മെക്ഡൊണാൾഡ്സ് ഉണ്ട്. മെക്ഡൊണാൾഡ്സിൽ നിങ്ങൾക്ക് കയറിയിട്ട് നല്ല ഫുഡൊക്കെ കഴിക്കാം. അതായത് മെക്ഡൊണാൾഡ്സിന് മുന്നിൽ ക്രൗഡിനെ പുള്ളി ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്യാറ്റ് നിൽക്കണ്ടേ. ഇവിടെ മെഹന്തിയൊക്കെ ഡിസൈൻ ചെയ്യുന്ന സ്റ്റോറുകളുണ്ട്. അയ്യോ പാമ്പ്. പാമ്പ് കേട്ടോ. നല്ല വൈബാണ് കേട്ടോ ഈ ഒരു സ്ട്രീറ്റ്. സൈഡിലായിട്ട് നല്ല എന്താ പറയുക, നൈറ്റ് സ്ട്രീറ്റ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അതിൻ്റെ മ്യൂസിക്കൊക്കെ ഇങ്ങനെ സ്ട്രീറ്റിലുടനീളം കേൾക്കാം. തിരക്കുള്ളൊരു സ്ട്രീറ്റാണ്. എന്തൊക്കെയോ ഇവിടെ. ഇത് മധുരക്കിഴങ്ങാണ് കേട്ടോ. സ്റ്റിക്കേഴ്സ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്.
ഒരു റിങ്കറ്റ് അതുപോലെ 20 പൈസ, അതായത് 20 പെസോ ഒക്കെയാണ് റേറ്റ് വരുന്നത്. 20 പൈസ, സെൻറ്റ്. ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇവിടെ. ബുക്കിറ്റ് ബിങ്താങ്ങിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു അറബിക് സ്ട്രീറ്റുള്ള. ബുക്കിറ്റ് ബിങ്താങ്ങിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഫുൾ ചൈനീസ്, തായ്, അതുപോലെ ഒത്തൻറ്റിക് മലായ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ് കൂടുതലും ചൈനീസാണ്. പക്ഷെ അവിടെ നമുക്ക് ഹലാൽ ഫുഡ് കിട്ടില്ല. അവിടെ ഫുൾ ലിക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ മൂഡാണ്. ഇവിടെ ഹലാൽ ഫുഡ് കിട്ടുന്ന ഒരു അറബിക് സ്റ്റൈലാണ്. അപ്പോൾ അങ്ങനെ പ്രിഫറൻസ് ഉള്ളവർക്ക് ഇവിടെ ഈ ഒരു അറബിക് സ്ട്രീറ്റിൽ പോയാൽ മതി. അധികം ദൂരമില്ല, വാക്കബിളാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ ഈ ഒരു ബുക്കിറ്റ് ബിങ്താങ് നിന്ന് ഈ ഒരു നമ്മുടെ അറബിക് ഈ സ്ട്രീറ്റിലേക്കുള്ള ദൂരം കേട്ടോ. ഒരുപാട് മസാജ് പാർലറുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബുക്കിറ്റ് ബിങ്താങ്ങിൻ്റെ സൈഡിലാണ്. നമുക്ക് ഫുഡ് മസാജ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. Maar er komt daar ja ook nog. Massage. Massage, maar die massage. Ja, ja. Ik vond het eigenlijk gewoon daar hoor, toen je zei, maar joh, kun je het zacht gaan doen en dan ik wil op de bol. Daar weet je, daar werd ഇതാണ് ദുരിയൻ ഫ്രൂട്ട്. നമ്മുടെ ചക്ക പോലെ ഇരിക്കുന്നത്, പക്ഷെ നല്ല സ്മെല്ലാണ്. അതുകൊണ്ട് ഇവിടുത്തെ മെട്രോയിൽ, സിംഗപ്പൂരിലൊന്നും നമ്മുടെ ഇവിടുത്തെ മെട്രോയിലോ ബസ്സിലൊന്നും കയറ്റിയിരുന്നില്ല. നല്ല ഇത് തുറന്നു നല്ലൊരു മണമാണ്. ഇവിടുത്തെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് പോലും ഇത് കഴിക്കാനോ ഇത് വെച്ചിട്ട് കുക്ക് ചെയ്യുകയൊന്നും ചെയ്യില്ല. കാരണം നല്ല ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്തൊരു മണമാണ് ഇതിൻ്റെ ഉള്ളിൽ. Jauh bersama turun pandang wajah
ഇവിടെ നമുക്ക് ട്രഡീഷണൽ പാകിസ്ഥാൻ നോർത്ത് ഇന്ത്യൻ ക്യൂസിൻ എന്നുള്ള റെസ്റ്റോറൻറ്റ് കാണാം കേട്ടോ. ഇവിടെ ഇന്ത്യൻ ഫുഡും ഈ ഒരു അറബിക് സ്ട്രീറ്റിൽ കിട്ടും. ബുക്കിംഗ് ബിങ് ടാങ്ങിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ ഈ ഒരു അറേബ്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കൂടുതലായിട്ടുള്ളത്. അവിടെ പാട്ട്, അവിടെ ഒരു അടിപൊളി ഷോ ഉണ്ടായിരുന്നു കേട്ടോ, സ്ട്രീറ്റ് ഷോ. ഒരു രക്ഷയില്ലാത്ത പാട്ടാണ് അവിടെ. എന്താണെന്നറിയോ, ടാലൻ്റുള്ള പയ്യന്മാർ, രക്ഷയില്ല. അപ്പം നമ്മളിന്നിവിടെ ഈ ഒരു അറബിക് സ്ട്രീറ്റിൻ്റെ ഫുഡും കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു ഇന്ന്. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അറേബ്യൻ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നല്ലൊരു സ്ട്രീറ്റ്, ഇതുപോലത്തെ സ്ട്രീറ്റ് ഷോ ഒക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടൊരു സ്പേസാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തായാലും കൊല്ലംപൂർ വരുമ്പോൾ ഈ ഒരു സ്ട്രീറ്റ് മിസ് ചെയ്യാതെ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഡോണ്ട് മിസ് ഇറ്റ്, ദിസ് സ്ട്രീറ്റ് നൈറ്റ് വൈബ്. ഒരു ഡ്രോയിങ് ആണ്. സ്ട്രീറ്റിൽ നല്ല വൈവിധ്യങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസിലുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നല്ല രസമാണിത്. ബുക്കിംഗ് ബിങ് ടാങ്ങിൻ്റെ ഈ ഒരു സൈഡ്. സ്ക്വിഡും ഒക്ടോബസിൻ്റെ ഒക്കെ ബാബക്യൂ ആണ്. ബാബക്യൂ തവ അങ്ങനെ എന്തോ ആണ്. ചൈനീസ് ഡിഷാണ് ഹോട്ട് സ്ക്വിഡ്. ഇതാണ് കേട്ടോ ബുക്കിംഗ് ബിങ് ടാങ് സ്ട്രീറ്റ്. ഇവിടെയാണ് ഫുള്ള് ചൈനീസ് ക്യൂസീൻസൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിവിടെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിവിടെ ഐ ബട്ടൻ്റെ അവിടെ കൊടുക്കുക കേട്ടോ. പക്ഷേ വന്നിട്ടൊരു മലയാളം ബോർഡ് കണ്ട് റെസ്റ്റോറൻറ്റ് ഇതാവത്ത്. നമ്മളിപ്പോൾ ഉള്ളത് കോലാലംപൂരിലെ മസ്ജിദ് ജംബക് മെട്രോ സ്റ്റേഷനിലേക്കാണ്. നമ്മളിവിടെ നമ്മൾ ട്വിൻ ടവറിൻ്റെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. ഇവിടെ മെട്രോയിൽ നമുക്ക് ക്യാഷ് ഇട്ട് ടിക്കറ്റ് എടുക്കാം. ക്യാഷ് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് നമുക്ക് ഏതാണോ ലൊക്കേഷൻ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മെട്രോ ടിക്കറ്റ് കിട്ടും. നോർമലി സിംഗപ്പൂരിലൊക്കെ മെട്രോ കാർഡാണ്, ഇവിടെ കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മെട്രോ കോയിൻസ് അതുപോലെ മെട്രോ ടിക്കറ്റിൻ്റെ ഇതുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് വരാവുന്നതാണ്. ഓക്കെ, നമുക്കെങ്ങാനും ട്വിൻ ടവറിൻ്റെ നൈറ്റ് വ്യൂ കണ്ടിട്ട് വരാം. മെട്രോ വന്നിട്ടുണ്ട്. എൻറ്ററിങ് ടു മെട്രോ മലേഷ്യ, മെട്രോ കോലാലംപൂർ. യെസ്, നമ്മളങ്ങനെ ട്വിൻ ടവറിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. മെട്രോയിൽ വന്ന് ഇറങ്ങിയിട്ട് KLCC മെട്രോ ആണ് ട്വിൻ ടവറിൻ്റെ ഏറ്റവും എടുത്തിട്ടുള്ളത്. KLCC മെട്രോയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ട്വിൻ ടവർ കാണാൻ പറ്റും കേട്ടോ. നല്ല രസമാണ് രാത്രി ഇത് കാണാൻ വേണ്ടിയിട്ട്. ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ഇവിടുത്തെ മലേഷ്യയിലെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഈ ട്വിൻ ടവർ. ഇതാണ് കേട്ടോ ട്വിൻ ടവറിൻ്റെ ഇൻസൈഡിലേക്ക് നമ്മളിപ്പോൾ ജസ്റ്റ് കയറിയത്. ഇവിടെ ഇതൊരു മോളാണ് സ്റ്റാർട്ടിങ് തന്നെ. ഈ ഒരു F1 നിൽക്കുന്നുണ്ട്. പെട്രോണാസ് ട്വിൻ ടവറിൻ്റെ ഫസ്റ്റ്, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു മോളാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഒരുപാട് കോർപ്പറേറ്റ് ഓഫീസസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ പെട്രോണാസ് ട്വിൻ ടവറിൻ്റെ. അങ്ങനെ നമ്മൾ വീണ്ടും റൂമിലേക്ക് എത്തി. നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. മെട്രോ സ്റ്റേഷനൊക്കെ അടുത്താണ്. അങ്ങനെ നമ്മുടെ മലേഷ്യയുടെ കാഴ്ചകളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.